അത് ഇടുക്കി തൊടുപുഴയിൽ കടയിലേക്ക് പാഞ്ഞു കയറി തെരുവുനായ ആക്രമണം 5 പേർക്കാണ് പരിക്ക്. കടിയേറ്റു. വിവരങ്ങളുമായി ലാൽകൃഷ്ണൻ ചേരുന്നു. ലാൽ, ആ തെരുവുനായ ജീവനോടുണ്ടോ? തെരുവുനായ ജീവനോടെ ഉണ്ട്. ആളുകൾക്കും ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ കാര്യം. രാവിലെ ഒരു 8:30 കൂടിയാണ്, അതായത് കട തുറന്ന് കടയുടെ മുമ്പിൽ ആളുകളെല്ലാം ഇരിക്കുമ്പോൾ വഴിയിലൂടെ പോയൊരു തെരുവുനായ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ നേരെ കടയിലേക്ക് പാഞ്ഞു വരുന്നു. കടയിലിരിക്കുന്നവരെല്ലാം അറിഞ്ഞും പറഞ്ഞ് കടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ആളുകൾ പെട്ടെന്ന് പരിഭ്രാന്തരായി. കാരണം ഈ 8:30 കൂടി ഈ സമീപത്തൊരു സ്കൂളൊക്കെ ഉണ്ട്. ഈ എറണാകുളം തൊടുപുഴ മേഖലയുടെ ഒരു പരിധി, ഒരു അതിർത്തി മേഖല എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കലൂർ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ തെരുവുനായയുടെ കടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്കൂളിലേക്ക് കുട്ടികൾ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്, മറ്റേ യാത്രക്കാർ ജോലിക്കായിട്ട് പോകുന്നവരുണ്ട്, യാത്രക്കാരുണ്ട്. ഇവരെല്ലാം ഈ റോഡിലൂടെ പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു കാരണവുമില്ലാണ്ട് ഒരു തെരുവുനായ കടയിലേക്ക് പാഞ്ഞു കയറി വരുന്നതും കടയിലുള്ളവരെല്ലാം കടിക്കുന്നതും. ആളുകളെല്ലാം പെട്ടെന്ന് പരിഭ്രാന്തരായി ഒച്ചയും വേളം ഉണ്ടാക്കി. ഈ ഒച്ചയും വേളവും കേട്ടിട്ടാണ് ഈ നായ പുറത്തേക്ക് ഇറങ്ങി ഓടി മറയുന്നത്. ആളുകൾ എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേരെ കാലിന് സാരമായി പരിക്കുണ്ട്. അവർ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നം ഇവിടെ വളരെ രൂക്ഷമായിട്ട് മാറുന്നത് ഈ കല്ലൂർ മേഖലയിൽ മാത്രമല്ല, തൊടുപുഴ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള തെരുവുനായയുടെ ശല്യമുണ്ട്. അതിനെതിരെ നാട്ടുകാർ പല പരാതികളും പറയുന്നുണ്ട്. പക്ഷേ ഇടുക്കി ജില്ലയിൽ ഒരു അത് ഞാൻ പറഞ്ഞത് കേരളത്തിൽ, ഡൽഹി തന്നെ പ്രശ്നമാണല്ലോ. കേരളത്തിൽ അത് എവിടെ അല്ലാത്ത തെരുവുനായ ഈ പറഞ്ഞ നായവാഴും തെരുവുകളല്ലാതെ ഏതെങ്കിലും തെരുവ് കേരളത്തിൽ കാണാനുണ്ടോ? ലാൽ, ഈ തെരുവുനായ അടിച്ചു എന്താണ് ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലും എനിക്കൊന്ന് കുറ്റമാണെന്ന് തോന്നുന്നു. ഇനി അതിനെ അടിക്കാൻ വടിയെടുത്താൽ കുറ്റമാണോ നമുക്കറിയില്ല. ഇത് നോക്ക്, ഇത് ഒരു അങ്ങോട്ട് പോവാണ്, ആ നായ ആ പട്ടി റോഡിലൂടെ നടന്നു പോകുന്നു, 2 പേര് നിൽക്കുന്നു, ചുമ്മാ കയറുന്നതും കടിക്കുക, കുട്ടികളെ ഓടിക്കുക, കുട്ടികൾ ഭയക്കുക. എന്തൊരവസ്ഥയാണ് ലാൽ. ഈ നാട്ടിൽ പൊതുവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാറിൽ വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യമുണ്ട്. ഒട്ടേറെ വിദേശികളും സ്വദേശികളായ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. അവിടെ ഈ തെരുവുനായ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പദ്ധതി പോലും ഇവിടെ ഇല്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണല്ലോ. സുപ്രീം കോടതി പോലും ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അതിൻ്റെ അതൊരു നടപടി നടക്കുന്നില്ല. അതിനിടയിലാണ് തെരുവുനായകളെ അവിടെ കുഴിച്ചിട്ട നിലയിൽ കടത്തുന്നതും അതിനെതിരെ മൃഗസ്നേഹികൾ രംഗത്ത് വരികയും ചെയ്യുന്നത്. നമ്മൾ ഈ എണ്ണി എടുക്കാവുന്ന രീതിയിലുള്ള തെരുവുനായ അല്ലെങ്കിൽ കണ്ണിൽ കാണുന്ന 1-2 തെരുവുനായ എന്ന രീതിയിലല്ല, അതിനേക്കാളൊക്കെ വലിയ നമ്പർ ഓഫ് ഈ ഡോഗ്സിൻ്റെ, സ്ട്രേ ഡോഗിൻ്റെ എണ്ണം നാട്ടിലുണ്ട്. അവയെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. പകൽ കാണുന്ന നായയുടെ ഇരട്ടിയാണ് രാത്രിയുള്ളത്. അപ്പോൾ രാത്രി ബൈക്കിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക്, നടന്നു പോകുന്ന ആളുകൾക്കെല്ലാം ഇത് വലിയ പേടിയാണ്. ഇത് പട്ടാപ്പകൽ രാവിലെ 8:30 നടന്ന സംഭവമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് കടയിൽ വെറുതെ ഇരിക്കുന്ന ആളുകളെ കടിക്കുന്ന അവസ്ഥയിലേക്ക് തെരുവുനായയുടെ എണ്ണം വരുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വഭാവത്തിലേക്ക് അത് മാറുമ്പോഴും അതിനെ പിടികൂടാനോ അല്ലെങ്കിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനോ നിയന്ത്രിക്കാനോ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും സങ്കടകരമായ വസ്തുത. അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഇനി അനിവാര്യമായിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ, ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ കോണുകളിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാൽകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വലിയവർക്ക് നേരെ ഈ പറഞ്ഞ പട്ടി ഓടിക്കുന്നത് പിന്നെ മനസ്സിലാക്കാം. കുഞ്ഞുങ്ങളെ ഓടിക്കുക, കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ട്രോമ, അതുങ്ങളെ കടിക്കുക, കടിച്ചു കീറുക, ആശുപത്രിയിലാവുക, അതിന് CCTV ദൃശ്യങ്ങൾ ആവർത്തിച്ച് വരിക, പേവിഷബാധ കേൾക്കുക, പേവിഷബാധ ഏറ്റ റാബീസ് എടുത്തവർ മരിക്കുക എന്നൊക്കെ പറയുന്നത് എന്തൊരു ദയനീയമായ സാഹചര്യം ആലോചിച്ച് നോക്കണം. നേരത്തെ ലാൽ പറയുന്ന പോലെ ഇതിനെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോഴും യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അത് അക്കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്രം പറയും സംസ്ഥാനമാണ്, സംസ്ഥാനം പറയും കേന്ദ്ര നിയമത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയും. പട്ടികൾ അങ്ങനെ തെരുവിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇനി ആരെങ്കിലും കൊല്ലാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അകത്തു പോവുകയും ചെയ്യും. അതാണ് എൻ്റെ പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.